ഇന്ന് നമ്മൾ നല്ല ഈസി ആയിട്ടുള്ളൊരു സ്മൂത്തി ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ചിയ സീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിയ സീഡ്സ് ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റിൻ്റെ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ സാധാരണ നട്ട്സൊക്കെ വെച്ചിട്ട് സ്മൂത്തി ഉണ്ടാക്കുന്ന സമയത്ത് ചില കുട്ടികളൊന്നും കഴിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ കഴിക്കാൻ പറ്റുന്ന, അവർക്ക് നല്ല ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ടൈപ്പ് ഒരു സ്മൂത്തിയാണ്. ഈ ചിയ സീഡ്സ് നമുക്ക് പാലിലും അതുപോലെ വെള്ളത്തിലൊക്കെ കുതിർത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ പാലിലാണ് കുതിർത്ത് വെക്കുന്നത്. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് 2 ചെറിയ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് നേന്ത്രപ്പഴം അല്ലെങ്കിൽ റോബസ്റ്റ് പഴമൊക്കെ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആപ്പിളോ അല്ലെങ്കിൽ അവക്കാഡോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് തണുത്ത പാലാണ്, ചെറുതായിട്ടൊരു ഐസും കൂടെ കൂടിയിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ മധുരത്തിനായിട്ട് നമ്മളിവിടെ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ തേൻ ചേർക്കാൻ മറന്നുണ്ടായിരുന്നു. പിന്നീട് അപ്പോൾ തേനും കൂടെ ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഡേറ്റ്സ് ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക മധുരത്തിന് പകരമായിട്ട്. ഇനിയിപ്പോൾ നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിയ സീഡ്സ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഏകദേശം അരമണിക്കൂറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സബ്ജ സീഡ്സ് ഒക്കെ കുതിർത്ത് വെക്കുന്ന പോലെ നമ്മൾ ഈ ജ്യൂസിലൊക്കെ ഇടുന്ന കസ്കസില്ലേ, അപ്പോൾ അതുപോലെ നല്ല രീതിയിൽ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ജ്യൂസിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ കുതിർത്തിട്ടുള്ള ചിയ സീഡ്സ് വേണമെങ്കിൽ നമുക്ക് ആ പഴത്തിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ അടിച്ചെടുത്തിട്ടും ഉപയോഗിക്കാം. അതിനങ്ങനെ ടേസ്റ്റ്, ഒരു ചുവ ഒന്നും ഇല്ലാത്തൊരു ടൈപ്പ് ഇതാണ്, സീഡ്സാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനും മറക്കരുത്.